അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 1/4 സ്പൂണോളം ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 വലിയ സ്പൂൺ പാലും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂണോളം വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടി കേക്കിൻ്റെ മോൾഡിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ കപ്പിലും ഞാൻ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പിൻ്റെ ഒരു 3/4 മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ, നിറച്ചൊഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റിക്കിൽ കേക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്